ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഓറൽ സെക്സിനെ കുറിച്ചാണ്. ഓറൽ സെക്സ് ചെയ്താലുള്ള ഗുണങ്ങളെക്കുറിച്ച്, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓറൽ സെക്സ് ചെയ്താൽ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഓറൽ സെക്സ് കൊണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഈ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പ്രായം കഴിയുമ്പോൾ ഒത്തിരി പുരുഷന്മാർ ഡയബറ്റിക് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സെക്സ് ചെയ്യാനൊക്കെ ശരിയായിട്ടുള്ള സെക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഓറൽ സെക്സ് വളരെയേറെ സഹായകരമാണ്. അതുപോലെ തന്നെ കൂടുതലും ഇത് ചെയ്യുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻറ്റിമസി ഉണ്ടാകും. ഇപ്പം ഞാനൊരാളുമായിട്ട് ഓറൽ സെക്സ് ചെയ്യുന്നു, അല്ല നിങ്ങൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ടൊരു ഇൻറ്റിമസി ഉണ്ടാവും, നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ടുണ്ടാവും, നമുക്കൊരു ആത്മാർത്ഥത തോന്നും, അവരോട് പ്രത്യേക ഒരു സ്നേഹം തോന്നും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഓറൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാരണം മിക്കവാറും ഇപ്പം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഇഷ്ടമാണിത്. കാരണം നമുക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടും. ഒരു 2-3 പ്രാവശ്യമൊക്കെ ഓർഗാസത്തിലോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഓറൽ ചെയ്യുമ്പം. അതുപോലെ തന്നെ എന്നും ഒരുപോലെ ഇങ്ങനെ ചെയ്യുന്ന ഒരു മടുപ്പുണ്ടല്ലോ. നമ്മളെന്നും ഒരുപോലെ കളിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കളി തന്നെ വല്ലാതെ വെറുത്ത് പോകും, അല്ലാതെ ഒരു ഇതായിപ്പോവും, മടുത്തു പോവും. അപ്പം ഒരു ഓറലൂടെ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓറൽ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു രസമാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. എൻ്റെ കൂട്ടുകാരികളൊക്കെ പറയാറുണ്ട്, അവരൊക്കെ തന്നെ ഇപ്പോൾ ഓറൽ ചെയ്യാറുണ്ട്. കുറച്ച് എനിക്ക് തോന്നുന്നൊരു ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെയാണ് കുറച്ചുകൂടി ഇഷ്ടമാണെന്ന് തോന്നുന്നു ഈ ഓറൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് ഇജാക്കുലേഷൻ വന്നു, അല്ലെങ്കിൽ ഓർഗാസം വന്നു എന്നിരിക്കട്ടെ, എന്നാൽ പോലും നമുക്ക് നമ്മുടെ പങ്കാളിയെ ഈ ഓറലിൽ കൂടെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. അതുപോലെ എനിക്ക് തോന്നുന്നത് ഇത്രയും സംതൃപ്തി നമുക്കിത് ചെയ്യുമ്പം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സലൈവ ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്ലൂയിഡിൻ്റെ ഒരു കുറവ് വരില്ല. ഇത് ചെയ്യുന്ന സമയത്ത്, കളിക്കുന്ന സമയത്ത് ഫ്ലൂയിഡിൻ്റെ കുറവ് മിക്കവാറും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സുകൊണ്ട് അത്ര ഇഷ്ടം, അല്ലെങ്കിൽ തന്നെ അവർക്ക് ആ മൂഡ് വന്നില്ലെങ്കിൽ, എന്ന് വെച്ചാൽ ഫോർപ്ലേ അതുപോലെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ആ ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ കുറവ് പരിഹരിക്കാൻ ഈ ഓറൽ കൊണ്ട് പറ്റും. അതുപോലെ എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അല്ല ചിലപ്പോൾ നിങ്ങൾ മറന്നു പോവും, ഇത് കഴിയുമ്പോഴേ ചിലപ്പോൾ മറന്നു പോവും. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക്കാണ്. അപ്പം ഞാനിതുപോലെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, പുള്ളിക്കാരിയോട് പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചു നോക്ക്, ഓറൽ ചെയ്യാനായിട്ട് നീ നിർബന്ധിക്ക്, അല്ലെങ്കിൽ അത് ഇഷ്ടമാണെന്ന് പറ. അപ്പം അങ്ങനെ അവർ ചെയ്തു. ഇപ്പം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവരുടെ സെക്സ് ലൈഫ് പോകുന്നതെന്ന് അവൾ വിളിച്ച് പറഞ്ഞു എന്നെ. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന വേറൊരു ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേക ഒരു സ്വാതന്ത്ര്യം നമുക്ക് തോന്നും. പിന്നെ നമുക്ക് എന്ത് വേണേലും ഇതിലൂടെ പറയാനും എടുക്കാനും ഒരു ചമ്മലും ഇല്ലാതെ നമുക്ക് ഇവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ഈ സെക്സിനെ കുറിച്ചൊക്കെ തന്നെയുള്ള ആ ഒരു ഭയവും ലജ്ജയും ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഒക്കെ തന്നെ പിന്നീട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാക്സിമം ക്ലീനാക്കാൻ നോക്കുക. എന്ന് വെച്ച് അമിതമായിട്ടുള്ളൊരു വൃത്തിയൊന്നും, അങ്ങനെയുള്ളൊരിതുണ്ടല്ലോ, ചിലർക്കുണ്ടല്ലോ അമിതമായിട്ടുള്ള വൃത്തി നോക്കുന്നത്, അങ്ങനെ അതുപോലെ സ്മെല്ല്, അതിന് സ്വാഭാവികമായിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പൊതുവേ ഒരു വൃത്തി വേണം. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഓറൽ ചെയ്യുന്നതിന് ചിലർക്കൊരു നാണക്കേട്, ചമ്മൽ, ഇഷ്ടമായിരിക്കും, എന്നാൽ പോലും മറ്റേ ഒരാളെന്തോ വിചാരിക്കും, അല്ലെങ്കിൽ പാർട്ണർ എന്തോ വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ടല്ലോ. അത് നേരത്തെ നമ്മുടെ മനസ്സറിയണം. ആക്ച്വലി 2 പേർക്കും ഇഷ്ടമാണെങ്കിലേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മനസ്സറിയണം.
മനസ്സറിഞ്ഞ് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മിക്കവാറും എനിക്ക് വന്ന് ലേഡീസിനൊക്കെ എനിക്ക് വന്ന് ചെയ്യുന്നതിനൊരു താല്പര്യം ഉള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂട്ടുകാരികളൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ചെയ്യാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുമല്ല ഈ ഓറൽ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ 1, 2 വീഡിയോസൊക്കെ ഇങ്ങനെ ഓറൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ട് ചെയ്യുന്നതിനൊരു പ്രത്യേക ഒരു രസമുണ്ട്. ഓറൽ ആ വീഡിയോസ് കണ്ട് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതിനോടൊരു താല്പര്യവും അത് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റും ഒക്കെ വരും. നമുക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കണ്ടിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബന്ധപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് അത് നിർത്തിയിട്ട് ഓറൽ സെക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെയും നമുക്ക് അങ്ങനെ മാറി മാറി ചെയ്യുന്നതിനകത്ത് അതും രസമായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടം. അതൊരു പ്രത്യേക ഒരു രസമാണ്. പക്ഷേ എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ആദ്യം ഓറൽ ചെയ്തിട്ട് പിന്നെ കളിക്കുന്നതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണ് അത്. അപ്പോൾ ഓക്കെ, വീഡിയോയുടെ സമയം കൂടുതലാകുന്നു. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.